നമ്മളിൽ പലർക്കും ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഒക്കെ ഇല്ലേ? എനിക്കും ഉണ്ട് കേട്ടോ. എനിക്കും ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സൗഹൃദങ്ങൾ രണ്ടും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊരു ആൺ സുഹൃത്തുമായിട്ടുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടണം. ആ എഫേർട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം നല്ല ധാരണ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ബൗണ്ടറീസ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഇടപഴകുന്ന രീതികളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. സംസാരിക്കാൻ പറ്റുന്ന സമയങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല രീതിയിൽ ഒരു പുരുഷനുമായുള്ള സൗഹൃദം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഒരുപാട് ആ പുരുഷനിൽ നിന്ന് എടുക്കുന്നുണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് മറ്റൊരാളുടെ ആവശ്യമുള്ള സമയങ്ങൾ, അവരെ നമുക്ക് നമ്മളെ മാനസികപരമായി തകർന്നിരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരാൾ ആവശ്യം ഉണ്ടാവില്ല. അന്നേരം നമുക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷ സുഹൃത്തിന്റെ അടുത്താണ് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് റൊമാൻസിലോട്ടും വഴിമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പാർട്ട്ണറായി എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടാണ് എങ്ങനെയെങ്കിലും ഒരിക്കലും അതൊരു പ്രശ്നമുള്ളതല്ല. അല്ല, നിങ്ങൾ ഒരിക്കലും ഓൾറെഡി നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ട് എന്നിട്ടും നിങ്ങൾക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷ സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്താണ് എങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് പിന്നീട് ഒരു പ്രശ്നങ്ങളിലോട്ട് വഴിമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു നല്ല ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്ത് രണ്ടുപേരും മ്യൂച്വലായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൗഹൃദം ഒരു പുരുഷനുമായിട്ട് ഒരു തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സൂക്ഷ്മത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എതിരഭിപ്രായം ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ.